ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു കടായിലേക്ക് 250 കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തത്, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തിളച്ച് കിട്ടിയാൽ ഇതിലേക്ക് 250 കപ്പിന് തന്നെ 1 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ റവ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം റവ ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് പരത്തി കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു കളറിലാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.